ഹരി ഓം നമഃ ശിവായ. നമസ്കാരം. ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഈ എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം രുദ്രാക്ഷ മഹാത്മ്യത്തെക്കുറിച്ച്. ഇടയ്ക്കിടെ നിർത്തിക്കൊണ്ടാണ് രുദ്രാക്ഷ മഹാത്മ്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് തിരുവാതിര, ചോതി, ചതയം എന്ന 3 നക്ഷത്രങ്ങളുടെ രുദ്രാക്ഷം എന്താണ് എന്നാണ്. നമ്മൾക്കറിയാം, നമ്മൾക്ക് മാതാപിതാക്കൾ ഓരോ പേരിട്ട്, അതേസമയം ഒരേ പേര് തന്നെ പലരും പല കുട്ടികൾക്കും പല മാതാപിതാക്കളും അർപ്പിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയും എന്നുള്ള കാരണത്താൽ പിന്നെ വീട്ടും പേര് ചേർക്കും, അച്ഛൻ്റെ പേര് ചേർക്കും, ഇനീഷ്യലായിട്ട് അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് വേറിട്ട് കാഴ്ചപ്പാടിൽ കാണുന്നു. പക്ഷേ ഈശ്വരൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും നമ്മളുടെ നക്ഷത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചോതി നക്ഷത്രേ അയാളുടെ പേര് നാമധേയസ്യ എന്നൊക്കെ പറയും. ആദ്യം നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ രുദ്രാക്ഷ മഹാത്മ്യത്തെക്കുറിച്ച് ഞാൻ മുൻ എപ്പിസോഡിൽ 3-4 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പറയുകയുണ്ടായി. എന്നിരുന്നാലും ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഇതിൻ്റെ പ്രത്യേകിച്ചുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഷഡ്കാലദോഷങ്ങൾ, അതായത് അഭിചാരദോഷങ്ങൾ 6 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. മാരണം, ഉച്ചാരണം, സ്തംഭനം, വിദ്യ, അങ്ങനെ 6 തരത്തിലുള്ള കർമ്മങ്ങൾക്ക് ഏറ്റവും സുരക്ഷ, അതായത് ഏൽക്കാതെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന പ്രൊട്ടക്ഷനായിട്ട് ബേസിക്കലി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് രുദ്രാക്ഷം. ബേസിക്കലി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഭസ്മം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ, പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, ഭസ്മം ധരിച്ചിരുന്നു എന്ന് കാണാം. ഭസ്മത്തെ കണ്ടാൽ തന്നെ ഭൂതപ്രേതങ്ങളൊക്കെ ഓടി ഒളിക്കുത്രേ. അപ്പോൾ ഭസ്മം നമ്മൾ എന്തായാലും തൊടണം. കുളിച്ചിട്ട് തൊടാത്തവനെ കണ്ടാൽ കുളിക്കണം എന്ന് പറയാൻ കാരണം രുദ്രാക്ഷ മഹാത്മ്യത്തിൻ്റെയും ഭസ്മ മഹാത്മ്യത്തെക്കുറിച്ചാണ് അത് പ്രതിപാദിക്കുന്നത്. രുദ്രാക്ഷം അതുപോലെ തന്നെ എല്ലാവരും ധരിക്കണം. അത് ധരിക്കാത്തവനെ കണ്ടാൽ കുളിക്കണം എന്നാണ് പറയാം. അതായത് രുദ്രാക്ഷം ശിവൻ്റെ അംശമായിട്ട് നമ്മുടെ ദേഹത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. മുഖക്കെട്ട് മാറും, മുഖക്കെട്ട് ഏൽക്കാതെ നമ്മൾ രക്ഷിക്കും. എല്ലാ അപകടങ്ങളിൽ നിന്നെല്ലാം രുദ്രാക്ഷം നമ്മളെ വഴിതെറ്റിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോരും. എല്ലാ അഭിചാരദോഷങ്ങളിൽ നിന്നും നമ്മളെ ഒരു പ്രീ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മളെ കാത്തുരക്ഷിക്കും. ഒരു ഏലസ് ഇട്ടതിന് തുല്യം തന്നെയാണ് ഒരു പ്രൊട്ടക്ഷൻ രുദ്രാക്ഷം എന്ന് പറയുന്നത്. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷം 20 മുഖ രുദ്രാക്ഷം. ഇത് മഹാപരമേശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഇതിൽ. ഇതെനിക്കൊരു മുനി ശ്രേഷ്ഠരായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഈ രസമണി കാണാൻ പറ്റും. ഇതും അതെ, ഒരു 7-8 തലമുറയ്ക്ക് മുൻപ് വരെ പഴക്കമുള്ളതാണ്.
അതൊരു മുനീശ്വരൻ തുല്യനായ ഒരു വ്യക്തി എനിക്ക് തന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ധരിക്കാനും ഒരു ഭാഗ്യം വരിക, അത് നമുക്ക് തോന്നുക, ധരിക്കണം എന്ന് തോന്നൽ തന്നെ ഒരു ഭാഗ്യമാണ്. ചിലപ്പോൾ ഇതിലും വലിയ രുദ്രാക്ഷം ഓരോരുത്തരുടെ കയ്യിലുണ്ട്, പക്ഷെ അവർക്ക് തോന്നില്ല അത് ധരിക്കാൻ. ആ ധരിക്കാൻ തോന്നൽ, അതാണ് പരമേശ്വരൻ്റെ അനുഗ്രഹം. അതിട്ടാൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങൾക്ക് നാളെ ലോട്ടറി അടിക്കുന്നതല്ല ഞാൻ പറയണം, നമ്മളുടെ ജീവിതം ഇത്രയും കൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഇതിന് യാതൊരുവിധ നിയമങ്ങളില്ല. മത്സ്യമാംസാദികൾ ഇട്ടിട്ട് കഴിക്കാം, ഒരു ഇതിട്ടിട്ട് നമുക്ക് മത്സ്യമാംസാദികൾ കഴിക്കാം. അതുപോലെ തന്നെ മൈഥുനം ചെയ്യാം. ഇതിട്ടിട്ട് മൈഥുനം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ദേവി മഹാത്മ്യത്തിൽ പോലും പറയണത്. അപ്പം അത്രയും പവിത്രമായിട്ടാണ്, അശുദ്ധി ഏൽക്കാത്തൊരു വസ്തുവാണ് രുദ്രാക്ഷം. ഇതിനെ ഏറ്റവും കുറഞ്ഞത് 3 മാസം കൂടുമ്പോഴെങ്കിലും കടുകെണ്ണയിലിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ വിത്തിൻ്റെ ഗുണത്തെ നിലനിർത്തണം. അത്രയും മാത്രമേ അതിലൊരു വിഷയമായിട്ടുള്ളൂ. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം തിരുവാതിര, ചോതി, ചതയം. ഈ 3 നക്ഷത്രക്കാർ ഏത് രുദ്രാക്ഷമാണ് ധരിക്കുക, എത്ര മുഖമുള്ള രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത് എന്ന്, അതായത് 8 മുഖ രുദ്രാക്ഷം. 8 മുഖ രുദ്രാക്ഷം നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ആപത്ത് അപകടങ്ങളൊക്കെ ഒഴിഞ്ഞ് ശാന്തി സമാധാനം തീർച്ചയായും നിങ്ങൾക്ക് കൂടപ്പിറപ്പായി വരും. അതുപോലെ തന്നെ തിരുവാതിര, ചോതി നക്ഷത്രക്കാർ, ചതയം നക്ഷത്രക്കാർ സർപ്പത്തെ പൂജിക്കണം. സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് വർഷത്തിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഏതാണോ നിങ്ങളൊരു സിസ്റ്റത്തിലേക്ക് വെക്കണം. അവരുടെ രാഹു ആണ് അവരുടെ ഈശ്വരനായി വരുന്നത്. ശിവൻ അവരുടെ നക്ഷത്രത്തിൻ്റെ ദേവനായി വരുന്നുണ്ട്. അപ്പോൾ ശിവനെ പൂജിക്കുക. അതുപോലെ തന്നെ സർപ്പങ്ങളെയും മുറുക്കി പിടിക്കണം. ഒരിക്കലെങ്കിലും മണ്ണാറശാലയിൽ പോയി തൊഴുതിരിക്കണം. തീർച്ചയായും അന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറിമറിയും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഓരോ എപ്പിസോഡും ചെയ്യുന്നത്. അല്ലാതെ കുറേ എപ്പിസോഡുകൾ എന്തെങ്കിലും പറഞ്ഞ് ചെയ്യലല്ല. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഈ കൊച്ചു അറിവുകൾ നിങ്ങൾക്കത് വലുതാണ്, വിലപിടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.